Hello everyone, welcome back to my YouTube channel. It's me Anamika. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ +2 റിസൾട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. +2 റിസൾട്ട് വന്ന കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ പക്ഷേ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റെസ്പോൺസ് നോക്കിയിട്ട് മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പേരെന്നെ അത് പോൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നാലും അപ്ലോഡ് ചെയ്യണം, വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൂടുതൽ വന്നത്, റെസ്പോൺസ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഓൾറെഡി എന്താ പറയുക, മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്കറിയാം, അല്ലാതെ +2 സ്റ്റുഡൻസിന് തന്നെ അറിയാം എന്തായിരിക്കും റിസൾട്ടിൻ്റെ വന്നതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ എൻ്റെ +2ൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 94% ഉണ്ടായിരുന്നു. 5 A+ഉം 1 A ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 1 A ആവാൻ കാരണം അത് പോയത് കെമിസ്ട്രിയിലാണ്. ആൻഡ് 2 മാർക്കിന് 3 മാർക്കിനെങ്ങാണ്ടാണ് പോയത്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. കാരണം അത്രയും നമ്മൾ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് ഇരുന്ന് പഠിച്ചിട്ട് ഈ 2 മാർക്കിനും 1 മാർക്കിനൊക്കെ ഇത് പോകുമ്പോൾ A+ പോകുമ്പോൾ നല്ല സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ +1 എൻ്റെ +1 റിസൾട്ട് ഞാനിവിടെ കൊടുക്കാം. എനിക്ക് +1 ഫുൾ A+ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മാർക്കും ഫുൾ A+ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയർ നോക്കുമ്പോഴേക്കും സെക്കൻഡ് ഇയറിൽ 5 A+ ഉള്ളൂ. ഇപ്പോൾ ഞാൻ 1-2 വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ ഈ റിസൾട്ടിൻ്റെ കാര്യമൊക്കെ. പക്ഷേ എന്നാലും ടഫായിരുന്നാൽ പോലും ഒത്തിരി പേര് ഫുൾ A+ മേടിച്ചിട്ടുണ്ട്. സയൻസ് ആയാലും കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എല്ലാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ അല്ലാതെ ഇപ്പോൾ എന്നെ പോലെ 5 A+ ഒക്കെ കിട്ടി നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൺഗ്രാറ്റ്സ് കേട്ടോ. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഇതിലൊന്നും അല്ല വലിയ കാര്യം. എന്നാലും പക്ഷേ നമുക്കൊരു വിഷമം ഉണ്ടാവും, പോയല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും അവർക്കൊക്കെ ഇങ്ങനെ 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ഓരോ വിഷയത്തിൽ ഇങ്ങനെ A+ പോയ ഒത്തിരി പിള്ളേരുണ്ട്. അപ്പോൾ അവരാരും വിഷമിക്കേണ്ട, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അല്ല റിവാലുവേഷൻ കൊടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ റിവാലുവേഷൻ കൊടുക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ റിസൾട്ടിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പറയാനും അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്കൊരു സെക്കൻഡ് ചാനലുണ്ട്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും. സോ ഇതാണ് എൻ്റെ സെക്കൻഡ് ചാനൽ. അപ്പോൾ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇനി അങ്ങോട്ട് ഇടാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റഡി റിലേറ്റഡ് കണ്ടൻറ്റ്സ് ആയിരിക്കും ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഒത്തിരി പേര് അറിയില്ല തോന്നുന്നു. കുറേ പേര് എൻ്റെ ഈ ചാനലിൽ തന്നെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി റിലേറ്റഡ് കണ്ടൻറ്റ്സ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ. അതായത് ഇപ്പം 10th കഴിഞ്ഞ് +1 പോകുന്നവർ, +1 കഴിഞ്ഞ് +2 പോകുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. ഇപ്പോൾ കാരണം നമ്മുടെ 2023-25 ബാച്ച് ഞങ്ങളുടെ ബാച്ചായിരുന്നു ഒരു ടെസ്റ്റ് ബാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ പരീക്ഷണങ്ങളും നമ്മുടെ മേലെയായിരുന്നു. ഞാൻ ഓൾറെഡി മുന്നേ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പാറ്റേൺ മാറ്റലും ഒക്കെ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്കിനി ആ ഒരു രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ നമുക്ക് അങ്ങനെ തന്നെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ മിക്കവാറും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സെക്കൻഡ് ചാനലിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, അതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ റിസൾട്ട് അറിഞ്ഞല്ലോ, അത്രയേ ഉള്ളൂ. പിന്നെ അതല്ലാതെ ഇപ്പോൾ +2 കഴിഞ്ഞ് ഫുൾ A+ഉം 5 A+ഉം 4 A+ അങ്ങനെ എല്ലാം വാങ്ങിച്ച പാസ്സായ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ ഡിയർ ലവ്ലി സബ്സ്ക്രൈബേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ്, ഹേർട്ടി കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.